ശരി. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഈ പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ ഡോക്ടർ ജയരാജ് പറയുന്ന പോലെ അവിടെ നിന്നൊന്നും ചോരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ചിലതൊക്കെ ചോർന്ന് കിട്ടും. നമ്മൾ എത്രയോ സമ്മേളനങ്ങൾ കാണുന്നു. ചോർന്ന് കിട്ടിയപ്പോൾ ഈ നവകേരള രേഖ ചോർന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല. മുഖ്യമന്ത്രി നാളെ ഏതായാലും അവതരിപ്പിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതിൽ വലിയ ബോംബിടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. അതിലങ്ങനെ ഒന്നും ഇല്ലതാനും, നമുക്ക് ലഭിച്ച കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലതാനും. വിഴിഞ്ഞം പദ്ധതി തുടരും, അതുപോലെ ശബരിമല വിമാനത്താവള പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും, ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അതിലുള്ള പ്രഖ്യാപനങ്ങൾ. പിന്നെ പാർട്ടി വിമർശനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടി റിപ്പോർട്ടിൻ്റെ ചോർന്ന് കിട്ടിയ കുറച്ച് ഭാഗങ്ങളിൽ സഖാക്കളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തോമസ് ഐസക്കിനോടും എം സ്വരാജിനോടും കൃത്യമായി അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു എന്നതിൽ കുറഞ്ഞ വളരെ ലളിതമായ തലവെടുകളാണ്. അപ്പോൾ ഈ പ്രാദേശിക സമ്മേളനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു സ്വയം വിമർശനം അതുണ്ടായോ എന്ന് തന്നെ നമുക്കറിയില്ല. എത്രമാത്രം ഉണ്ടായെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു അളവിൽ സംസ്ഥാന സമ്മേളനത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ? അജിംസെ, ഈ സംസ്ഥാന അളവിൽ എത്രമാത്രം പ്രതികരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ആ സമ്മേളനത്തിനകത്തെ പ്രതിനിധികളെ കുറിച്ച് അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ അനുഭവം വെച്ച് CPM-ന്റെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്ന നിലക്ക് പാർട്ടിക്കകത്ത് സ്വയം വിമർശനങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഒരു രഹസ്യമായ കാര്യമൊന്നുമല്ല. പാർട്ടിയുടെ ഔദ്യോഗിക രേഖകൾ തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം വിമർശനങ്ങളിലൂടെ പാർട്ടി ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നയത്തിന് പകരം ആളുകൾ ഇപ്പൊ പാർട്ടിയുടെ രേഖയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാർട്ടിയിലെ അംഗസംഖ്യ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടൊന്നുമല്ല. രാഷ്ട്രീയ അധികാരമുള്ളപ്പോൾ തന്റെ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനും മറ്റു പല സൗകര്യങ്ങൾക്കും വേണ്ടി ആളുകൾ കൂടുന്നതാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി ഉയർത്തിയതായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയാണ്. അല്ലാതെ പാർട്ടി സംഖ്യ കൂടുന്നതനുസരിച്ചാണോന്നല്ല. ഇനി താഴെ തലത്തിൽ നടന്നിട്ടുള്ള സമ്മേളനങ്ങളാണെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പണ്ട് ഒരു CPM-ന്റെ ഞാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മുതൽക്ക് ഏരിയ സെക്രട്ടറി വരെയുള്ള ചുമതലകൾ നിർവഹിച്ച ഒരാളാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി സമ്മേളനത്തിനകത്തെ സ്വയം വിമർശനങ്ങൾ വളരെ ശക്തമായി നടക്കുകയും അതുകൊണ്ട് സമ്മേളനം ചിലപ്പോൾ അതികാലത്ത് ആരംഭിച്ചിട്ടുള്ള സമ്മേളനം രാത്രി വളരെ വൈകുന്നവരെ 2 മണി വരെ 3 മണി വരെയൊക്കെ നടന്നു പോകുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ഒരു ആചാര കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് പോലെ. ഞാനൊരു വെറു വിമർശന രൂപത്തിൽ ഉന്നയിക്കുന്നല്ല, എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാർട്ടി മെമ്പർമാരായി വരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നവരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരല്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടുപുറത്തെ സാധാരണ നമ്മളെന്താ പറയാ ഒരു ആൾക്കൂട്ടം എന്ന് പറയില്ലേ, ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി ഇതിന്റെ ഒരു തുടർച്ച അതിലൊക്കെ കാണാൻ പറ്റും. പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന നയവ്യതിയാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ തോതിൽ നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ ഇപ്പൊ സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ന് ദേശാഭിമാനിയുടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നയരേഖയെ കുറിച്ചാണ്. നയരേഖ കൈകാര്യം പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പാർട്ടിയുടെ ദേശാഭിമാനിയുടെ ഹെഡിങ് വരുന്നത്. സത്യത്തിൽ CPM-ന്റെ ഒരു പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ രേഖയുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. CPM-ന്റെ നയങ്ങൾ തയ്യാറാക്കുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, മുകളിൽ നിന്ന് താഴോട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടി ഇന്ന നയമാണ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആദ്യം തീരുമാനിക്കുകയും ആ കേന്ദ്ര കമ്മിറ്റിയുടെ നയത്തിന് അനുരോധമായ നിലപാടുകൾ സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ സാധാരണ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമയത്ത് പ്രവർത്തന റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് സംഘടനാ റിപ്പോർട്ടും അവിടുത്തെ മേൽക്കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടുമാണ് പ്രധാനമായി ചർച്ച ചെയ്യുക. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അങ്ങനെയല്ല CPM-ന്റെ സമ്മേളനത്തിനകത്ത് ഇപ്പൊ സംഭവിക്കുന്നത്. ഇപ്പൊ നീ പറയുന്ന നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പുതിയ വഴികൾ എന്ന് പറയുന്ന ഒരു രേഖ പിണറായി വിജയൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച്, പാർട്ടി സെക്രട്ടറി അല്ല, പിണറായി വിജയൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് ഇപ്പോ പ്രധാനമായി ചർച്ച നടക്കുന്നത്. അത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ആലോചിക്കണം. വളരെ എനിക്ക് ബഹുമാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ഈ നിലയിൽ നിർമ്മിച്ചെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് നിലകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ആ തൊഴിലാളി വർഗ സ്വഭാവങ്ങളൊക്കെ അത് കളഞ്ഞു കുളിച്ചിട്ട് അതൊരു സാധാരണ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയായി, ഒരുപക്ഷെ അങ്ങേയറ്റം വലതുവൽക്കരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ പ്രശ്നമാണ്
നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയരാജന് പോലും ഇങ്ങനെ മൂലധനത്തെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. മൂലധനത്തെ സ്വീകരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും കാലത്ത് എതിരല്ല. അതാണ് പ്രശ്നം. അതൊരു പുതിയ വിഷയമല്ല. നമ്മുടെ സമൂഹത്തിലേക്ക് നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നാണ് തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്കും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കും സോഷ്യലിസത്തിലേക്കും ഒക്കെ പോകുന്നത്. സ്വാഭാവികമായും മുതലാളിത്ത വ്യവസ്ഥയിൽ മൂലധനത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഈ മൂലധനത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലധനത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നു ചരടില്ലാത്ത മൂലധനത്തെ കുറിച്ചൊക്കെ പറയാണ്. മൂലധനം ആസ് ഇറ്റ് ഈസ് അത് ചരടുള്ളതാണ്. ചരടില്ലാത്ത ഒരു മൂലധനം ഉണ്ടാവുക സാധ്യമല്ല. സ്വാഭാവികമായും മുതലാളി പണം മുതലിറക്കുന്നത് നമ്മുടെ സമൂഹത്തെ വികസിപ്പിക്കാനല്ല, അയാൾക്ക് ലാഭം ഉണ്ടാക്കാനാണ്. സ്വാഭാവികമായും അതനുസരിച്ച് ചരടുകളുമായിട്ടാണ് ഏത് മൂലധനവും വരിക. അതിന് ബദലായൊരു നയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ബദലുകളുടെ ഒരു പ്രശ്നവും നമ്മൾ കാണുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ള അവകാശവാദം CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുന്നോട്ട് വെക്കുന്നതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണ്ടാത്ത കാര്യമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഒരു ബദൽ നയമാണ്. അത്തരത്തിലുള്ള ബദൽ നയങ്ങൾക്ക് പകരം സ്വാഭാവികമായും മുതലാളിത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മുതലാളിത്തത്തിന്റെ അതേ നയങ്ങൾ അതേപോലെ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിത്തീരുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗീതാ ഗോപിനാഥിനെ പോലെ IMF-ന്റെ ഒരു ഹയർ ഇതിലുള്ള ഹൈ പ്രൊഫൈൽ ബ്യൂറോക്രാറ്റുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ ധനകാര്യ ഉപദേഷ്ടാവായി തീരുന്നു എന്ന് പറഞ്ഞാൽ നയം എത്രമാത്രം നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് വ്യക്തമാണ്. ഈ നിലയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഭയാനകമായ രൂപത്തിലുള്ള മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തോട്ട് സഞ്ചരിച്ചു പോകുന്നതിനാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ നയരേഖയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സത്യത്തിൽ നമ്മൾ വേണ്ടത് എന്താണ്? സത്യത്തിൽ നമ്മൾ വേണ്ടത് ഒരു ജ്ഞാന സമുദായമായി കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നതാണ്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് ഒരു ജ്ഞാന സമുദായം വികസിച്ചു വരിക? ഒരു ജ്ഞാന സമുദായമല്ല, എന്ത് സമുദായം വികസിച്ചു വരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അടിസ്ഥാന ഉൽപാദന മേഖലകളിൽ ഉണ്ടാകുന്ന വികാസത്തോടനുബന്ധിച്ചാണ് സർവീസ് സെക്ടറിലും അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളൊക്കെ വികാസം ഉണ്ടാകും. അതായത് കൃഷിയും വ്യവസായമൊക്കെ വികസിച്ചു വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ സമൂഹത്തിനകത്ത് മറ്റ് മേഖലകളെ വളച്ചു വരിക. നിങ്ങൾ ഈ കേരളത്തിന്റെ ചിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. 1957 EMS ഭരിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് പലതവണ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. ആ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകളൊക്കെ വലിയ പരിഷ്കാരങ്ങൾ കേരളത്തിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി കേരളത്തിന്റെ സ്വഭാവം നോക്കിയാൽ കൃഷി എന്ന് പറയുന്ന ഒരു സാധനം പൂർണ്ണമായി നശിച്ചു പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. നമ്മൾ വെറുതെ ഓണത്തിന് ഒരു പച്ചക്കറി, അതുപോലെ എല്ലാവരും പാടത്തേക്ക് എന്നൊക്കെയുള്ള ഈ വായ്ത്താരികൾ, അതായത് ഇതിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചില ഈ പൊക്കലുകൾ, അതിനുവേണ്ടിയുള്ള ചില വായ്ത്താരികൾ ഇങ്ങനെ പറയുന്നതിനപ്പുറത്തോട്ട് കേരളത്തിന്റെ ഏത് കൃഷിയാണ് വികസിച്ചിട്ടുള്ളതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിരിക്കുന്ന നമ്മളെ ഏറ്റവും അടിസ്ഥാന ഭക്ഷണമായിട്ടുള്ള നെൽകൃതിന്റെ ഉൽപാദനത്തിൽ പോലും കേരളം പിന്നെയും പുറകോട്ട് പോവുകയാണ്. തുടർച്ചയായി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്ക് ലാഭകരമായി കൃഷി ചെയ്യാവുന്ന ഒരു കാർഷികതാണ് എന്ന് പോലും കേരളത്തിലെ കാർഷിക വകുപ്പിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കാർഷിക മേഖലയും തറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വ്യവസായത്തിന്റെ കാര്യം എടുത്താലോ, വ്യവസായത്തിന്റെ കാര്യത്തിൽ നമ്മൾ മരുപ്പറവാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യമൊക്കെ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബദൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബദൽ വെക്കുക എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റിയിട്ട് അത് ഒരു മുതലാളിയുടെ സഹായമില്ലാതെ ഉൽപാദക സഹകരണ സംഘങ്ങൾ പോലുള്ള കൃഷിക്കാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ട് ഒരു പ്രോഡക്റ്റിനെ, അത് തേങ്ങയാവട്ടെ, നെല്ലാവട്ടെ, റബ്ബറാവട്ടെ, മറ്റെന്താവട്ടെ, ആ ഉൽപ്പന്നത്തെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് വ്യവസായ ഉൽപ്പന്നമാക്കി മാറ്റിയിട്ട് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുക. ഇതുവഴി ഉണ്ടാവുന്ന മിച്ചമൂല്യം സാധാരണ കൃഷിക്കാരിലേക്കും തൊഴിലാളിയിലേക്കും കൊടുക്കാൻ കഴിയുന്ന അതാണ് ബദൽ എന്ന് പറയുന്നത്. അതല്ലാതെ മുതലാളിത്തത്തിന്റെ ഭാഗമായി എന്തൊക്കെയാണോ സംഭവിക്കുന്നു, മുതലാളി മുതലിറക്കുന്നു, അയാൾ ലാഭം ഉണ്ടാക്കുന്നു, അയാൾ കടത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ആ നിലയിലുള്ളതിന് പകരം ബദൽ ഒരു നിലപാട് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണെങ്കിൽ സ്വാഭാവികമായി ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇത്തരത്തിലൊരു സംവിധാനവും കേരളത്തിൽ വികസിക്കുന്നില്ല. പരിപാടി എന്നാണ് ഇതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകുന്ന വിശദീകരണം.